വചനമൊഴി മാർച്ച് 3. വചനഭാഗം റോമ 1:16-25, മത്തായിയുടെ സുവിശേഷം 5:17-37. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും സംഭവിക്കുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയും അപ്രകാരം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കാരണം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസ്യരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് വിധേയനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് വിധേയനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിനും വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കും വിധേയനാകും. അതിനാൽ നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുമ്പിൽ വെച്ച ശേഷം പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം സൗഹൃദത്തിലാകുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിന്റെ പ്രാരംഭ ദിനങ്ങളിൽ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിൽ നൽകുന്ന ദൈവവചന ഭാഗങ്ങളെല്ലാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന മലയിലെ പ്രസംഗത്തിൽ നിന്നുമുള്ളതാണ്. അവിടെ ക്രൈസ്തവ ശിഷ്യത്വത്തിനുള്ള അടിസ്ഥാന ഭാവങ്ങളെക്കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, തന്റെ ആത്മീയതയെ വളരെ സ്വാധീനിച്ചിട്ടുള്ളതാണ് ഈശോയുടെ മലയിലെ പ്രസംഗം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന പ്രസക്ത കാര്യങ്ങൾ നിയമഗ്രന്ഥത്തിലൂടെ, അതായത് പഴയ നിയമത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോ നിറവേറ്റുന്നത്. ദൈവവചനം നിരർത്ഥകമാകില്ല, അത് പൂർത്തിയാക്കപ്പെടും. ദുർമാതൃക നൽകരുത്, മറിച്ച് മാതൃക നൽകി ജീവിക്കണം. മാതൃക നൽകുന്നത് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടലാണ്. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകകളാകണം. തങ്ങളുടെ പ്രവൃത്തികൾ അനുകരിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് ന്യായവിധി ഉണ്ടാകും. കരുണാമയനായ ഈശോയും തെറ്റിന് ന്യായവിധി ഉണ്ടാകും എന്നാണ് പഠിപ്പിക്കുന്നത്. സഹോദര ബന്ധങ്ങളിൽ മാന്യത പുലർത്തുവാൻ പഠിപ്പിക്കുന്നു. സഹോദര ബന്ധങ്ങളുടെ വിശുദ്ധിയാണ് ദൈവിക ബന്ധങ്ങളുടെ മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത്. സഹോദരങ്ങളിൽ തന്നെ കണ്ടുമുട്ടണം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഒരുവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ശരീരം, അധികാരം, മഹത്വം എന്നിവയാണ്. നോമ്പിന്റെ ആരംഭവേളയിൽ ചാരംപൂശലിന്റെ ദിവസം തിരുസഭാ മാതാവ് ഉദ്ബോധിപ്പിക്കുന്നത് സ്വാധീന ശക്തികളുടെ വർജനത്തെയാണ്. ഇത് ഈശോ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നത് മരുഭൂമിയിലെ പരീക്ഷ തന്നെയാണ്. യാഥാർത്ഥ്യങ്ങളുടെ മരുഭൂമിയിൽ നമുക്കെല്ലാം ഒരുപാട് സ്വാധീന ശക്തികളുണ്ട്. ഇവയെ നേരിടാൻ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് നൽകുന്ന കർത്താവിനെയാണ് സുവിശേഷകൻ വരച്ചു കാട്ടുന്നത്. മരുഭൂമിയിലെ നാടകീയ രംഗങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൃശ്യമാണ്.
ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന ഭൗതിക രസപ്രധാന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നു. അധികാരത്തിനായി ഏത് അക്രമവും ചെയ്യുന്ന തരത്തിൽ മോഹവസ്തുവായി അധികാരങ്ങൾ മാറിയിരിക്കുന്നു. സ്വവളർച്ചയും ശ്രേഷ്ഠതയുമാണ് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്നത്. ചാരം പൂശി പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ നടത്തുന്ന നമുക്ക് വേണ്ടത് കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ലോകം വെച്ചു നീട്ടിയ താല്പര്യങ്ങളെ ഈശോ നിഷേധിച്ചതുപോലെ നിഷേധിക്കുക എന്നതാണ്. ദൈവത്തോടു കൂടെ വസിച്ചവൻ ലോകത്തെ ഉപേക്ഷിക്കുന്നു. ദൈവത്തോടൊത്ത് വസിക്കുന്നവൻ ലൗകിക താല്പര്യങ്ങളെ ഉപേക്ഷിക്കുന്നു. ഇന്നത്തെ വചനഭാഗത്തിൽ നിന്ന് നമുക്ക് ഹൃദ്യസ്ഥമാക്കാം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുമ്പിൽ വെച്ച ശേഷം പോയി സഹോദരനോട് രമ്യതപ്പെടുക. ഭൗതിക പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പരിത്യജിക്കലിലൂടെ തിന്മയെ ഉപേക്ഷിക്കുവാൻ, തിന്മയുടെ മേൽ വിജയം നേടുവാൻ നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.